ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ദാഹിക്കണം, ആഗ്രഹിക്കണം, ശക്തമായിട്ട് ദാഹിക്കണം, ആഗ്രഹിക്കണം. എന്താ കർത്താവ് പറഞ്ഞത്? ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇനി അതുപോലെ തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അപ്പൊ അതുകൊണ്ട് ഈ ദാഹം പ്രധാനപ്പെട്ടതാണ്. ദാഹം വേറെ ആർക്കെങ്കിലും വെളിയിൽ നിന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? സിസ്റ്ററിന് ഇച്ചിരി ദാഹിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഫോഴ്സ് ചെയ്താൽ സിസ്റ്ററിന് ദാഹം ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല. ദാഹം അകത്തുനിന്ന് വരണം. ആ ദാഹത്തിന് വേണ്ടി, അതായത് നമ്മള് ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു എന്നൊരു വചനം കാറ്റഗിസത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പറയും, നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റിപ്പോയ ഒരു വലിയ അപരാധം, നമുക്ക് ഈ ദാഹം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് വന്ന് ചേർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വാക്ക് ഞാൻ പറയാം, അതൊന്നൊക്കെ പറയണം, അലംഭാവം. അതായത് അലംഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ കോംപ്ലിസൻസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. അത് ഈ ചരിത്രത്തിൽ ഉപയോഗിച്ച് കണ്ടത് ഈ വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇംഗ്ലീഷുകാരുടെ ചരിത്രത്തിൽ. വിക്ടോറിയ രാജ്ഞി ഭരിച്ചിരുന്ന കാലം. ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രകാരന്മാര് എഴുതുമ്പോൾ അവര് പറയും, അവരുപയോഗിച്ചൊരു വാക്കാണ് വിക്ടോറിയൻ കോംപ്ലിസൻസി. വിക്ടോറിയൻ കോംപ്ലിസൻസി എന്ന് പറഞ്ഞാല്, വിക്ടോറിയൻ കാലഘട്ടത്തിൽ ആളുകളുടെ എല്ലാം, ഇംഗ്ലീഷുകാരുടെ എല്ലാം ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്. അതുകൊണ്ട് വിക്ടോറിയൻ കാലഘട്ടത്തിൽ എല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾക്കിനി ഒന്നിന്റെ ആവശ്യമില്ല എന്ന ഒരു ചിന്ത ഇംഗ്ലീഷുകാർക്കുണ്ടായിരുന്നതിനെ സൂചിപ്പിക്കാൻ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്ന വാക്കാണ് വിക്ടോറിയൻ കോംപ്ലിസൻസി. ആ കാലഘട്ടത്തില് ചരിത്രം പറയും, ഇംഗ്ലീഷുകാരുടെ ചരിത്രത്തിലെ ഏറ്റവും അപജയത്തിന്റെയും പരാജയത്തിന്റെയും കാലമായിരുന്നു അത്. ഇങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു ജനത മുകളിലേക്കല്ല പോയത്, താഴേക്കാണ് പോയത്. അപ്പൊ ഈ കോംപ്ലിസൻസി എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ ഒന്ന് പരിശോധിച്ചു നോക്കി. എനിക്ക് ഒരു വചനം കിട്ടി. സുഭാഷിതങ്ങളുടെ പുസ്തകം 1:32. അതിന് ഇംഗ്ലീഷ് എങ്ങനെയാണ്? For the simple are killed by their turning away, the complacence of the fool destroys them. ഇംഗ്ലീഷ് അങ്ങനെയാണ്. കോംപ്ലിസൻസ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിന് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം. Proverbs 1:32. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതപ്പെടുന്നു. സിമ്പിൾ ആർ കിൽഡ് ബൈ ടേണിംഗ് അവേ ഫ്രം മീ. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ കൊല്ലപ്പെടുന്നു. ഭോഷരുടെ ആ വാക്ക് ഏതാണ്? ഈ കോംപ്ലിസൻസിന് മലയാള തർജ്ജമ അലംഭാവം എന്ന് പറയുന്ന വാക്കാണ്. എന്താണ് ആ വാക്ക്? അലംഭാവം. നമുക്ക് ഈ കാലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന നല്ലൊരു വാക്കാണത്, അലംഭാവം. ഇപ്പൊ ഒത്തിരി മക്കളുടെ ഹൃദയത്തിലുള്ളത് അലംഭാവമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദാഹം പോയിട്ട് ഹൃദയത്തിൽ കിടക്കുന്നത് ഒരുതരം അലംഭാവം. അതിനുപയോഗിക്കാവുന്ന മറ്റൊരു വാക്കാണ് ഇൻഡിഫറൻസ്. അതിന്റെ മലയാളം നിർമമത. എന്ന് പറഞ്ഞാല് ഹൃദയത്തില് ഒരു അഗ്നി കെട്ടുപോയി. അപ്പൊ ഇങ്ങനെ ഒരു യന്ത്രം പോകുന്നത് പോലെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് വളരെ വേഗത്തിൽ വന്ന ഒരു വണ്ടി, അതായിരുന്നു സഭ. വളരെ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ പോയ കാലത്ത് ലോകത്ത് ഒരു പ്രസ്ഥാനവും, ഒരു സംഘടനയും, ഒരു സമുദായവും, ഒരു മതവും ഇത്രയും വേഗത്തിൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ വേഗം, അത് എല്ലാ അനുപാതങ്ങൾക്കും അപ്പുറത്തായിരുന്നു അതിന്റെ വേഗം. എന്തൊരു വേഗമായിരുന്നു ആദിമസഭയ്ക്ക്. നമുക്ക് കിട്ടിയ റിസോഴ്സസും, നമുക്ക് കിട്ടിയ സംവിധാനങ്ങളും, നമുക്ക് കിട്ടിയ സമ്പത്തും, നമുക്ക് കിട്ടിയ സാഹചര്യങ്ങളും വെച്ച് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളെ കുറിച്ച് വിളിക്കാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ് അലംഭാവം. പിന്നെ നല്ലൊരു വാക്കാണ് നിർമമത. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ആളുകൾ വന്നൊരു വിവരം പറയും. ആളുകൾ വന്ന് പറയുന്നത്, പുരോഹിത ശ്രേഷ്ഠ, നിയമജ്ഞ, പണ്ഡിത, പ്രഭോ, സങ്കടം പറയാനുണ്ട്. ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് തിരിച്ചെത്തിയ ജനം തദ്ദേശവാസികളുമായി ഇടകലർന്ന് ദൈവത്തിന്റെ ജനത അശുദ്ധമാവുകയും ജനതകളുടെ വിളേച്ഛതകൾ അനുകരിച്ച് ദൈവനിന്ദയിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. മിശ്രവിവാഹത്തിൽ ഏർപ്പെടുന്നു. ദൈവത്തിന്റെ ജനത തദ്ദേശവാസികളുമായി ഇടകലർന്ന് അശുദ്ധമായി വന്ന് റിപ്പോർട്ട് ചെയ്തു. ഇത് കേട്ട ഉടനെ ഒരു ദൈവ മനുഷ്യൻ സഭയിൽ നടക്കുന്ന ഒരു പ്രയാസം കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനാണ് അടുത്തത്. ഇത് കേട്ട് ഞാൻ സ്തബ്ധനായി ഇരുന്നു. ഐ സാറ്റ് ഷോക്ക്ഡ്. എന്നിട്ട് പറയുകയാണ്, സായാഹ്ന ബലിയുടെ സമയം വരെ ഞാൻ സ്തബ്ധനായി ഇരുന്നു. ഈ ഷോക്കാണ് നമ്മളിൽ നിന്ന് പോയത്. ഈ ഷോക്ക് നമ്മളിൽ നിന്ന് പോയി. നമ്മളെ ഭാരപ്പെടുത്തുന്നത് വേറെ എന്തൊക്കെയാണ്, നമ്മളെ അലട്ടുന്നത് മറ്റെന്തൊക്കെയാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളുടെ
എണ്ണം നമ്മളെ ഭാരപ്പെടുത്തുന്നില്ല. ദൈവത്തെ അറിയാത്ത മനുഷ്യരുടെ എണ്ണം നമ്മളെ ഭാരപ്പെടുത്തുന്നില്ല. എന്നിട്ട് അദ്ദേഹം അവിടെ വചനം പറയുകയാണ്, തലമുടിയും താടിയും വലിച്ചു പറിച്ച് വസ്ത്രം വലിച്ചു കീറി ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു. ഇതിന്റെ ഓപ്പോസിറ്റാണ് നിർമ്മമത എന്ന് പറഞ്ഞാൽ, എത്ര പേര് നശിച്ചാൽ എനിക്കെന്ത്, എത്ര പേര് ജിഹാദികൾ കൊണ്ടുപോയാൽ എനിക്കെന്ത്, എത്ര പേര് മദ്യപാനികളായാൽ എനിക്കെന്ത്, എത്ര കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ എനിക്കെന്ത്, എത്ര പേര് ഡ്രഗിന് അടിമയായാൽ എനിക്കെന്ത്, എത്ര പേര് നശിച്ചാൽ എനിക്കെന്ത്. ഇൻസോഫാറാസ് എനിക്ക് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും കിടന്നുറങ്ങാൻ ഒരു സ്ഥലവും സഞ്ചരിക്കാൻ സൗകര്യവും എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് എന്റെ കംഫർട്ട് കറക്റ്റ് ആണെങ്കിൽ പിന്നെ എനിക്കെന്ത്. റാഡിക്കൽ ഇൻഡിഫറൻസ്, ഭയാനകമായ നിർമ്മമത. അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് അലംഭാവം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ദാഹം. നെഹമിയ ജെറുസലേമിൽ നിന്ന് മടങ്ങിയെത്തിയ ഈ നെഹമിയെ കാണാനെത്തിയ ഹനാനി എന്ന് പറയുന്ന ഒരാളോട് നെഹമിയ ചോദിച്ചു, പ്രവാസത്തെ അതിജീവിച്ച് ജന്മനാട്ടിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ ജെറുസലേമിന്റെ അവസ്ഥ എന്താണ്? പേർഷ്യ രാജ്യത്തെ അർത്താർക്സസ് രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമിയ. കൊട്ടാരത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നത്. നാട്ടിൽ നിന്ന് വന്ന് വിശേഷം പറയാൻ വന്ന ആളോട്, ഹനാനി എന്ന ബന്ധുവിനോട് നെഹമിയ ചോദിച്ചു, പ്രവാസത്തെ അതിജീവിച്ച് ജന്മനാട്ടിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് സഭയുടെ അവസ്ഥ ഇപ്പോ? അപ്പോ അവര് വന്ന് റിപ്പോർട്ട് ചെയ്തു, ജെറുസലേമിന്റെ നഗര കവാടങ്ങൾ അഗ്നിക്കരയായി, കവാടങ്ങൾ തകർന്ന് അതേപടി കിടക്കുന്നു. ഇത് കേട്ട് അയാള് ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നെഹമിയയുടെ പുസ്തകം 1-ാം അധ്യായം. ഇതിന്റെ ഓപ്പോസിറ്റാണ് നിർമ്മമത, അലംഭാവം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ദാഹം ആ ദാഹത്തിന് വേണ്ടി ആഗ്രഹിക്കണം. പറയാവോ ഹല്ലേലൂയ? ഞാൻ പല ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോ നോർത്ത് ഇന്ത്യയിൽ കാണും, കൊല്ലത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന്, തൊടുപുഴയിൽ നിന്ന് ഒക്കെ ചില മനുഷ്യര് അവിടെയാണ് ആഴ്ചകളായിട്ട്, ചിലര് മാസങ്ങളായിട്ട്. എനിക്ക് ചില ജീവിതങ്ങളെ അറിയാം. മാസങ്ങളായിട്ട് അവിടെയാണ്. 5-6 മക്കളുള്ള ഒരു കുടുംബനാഥനെ എനിക്കറിയാം. പല മാസങ്ങളും വടക്കേ ഇന്ത്യയിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഈ വേദനയുണ്ട്, ഭാരമുണ്ട്, ഈ സങ്കടമുണ്ട്, ദൈവത്തെ അറിയാത്തവരെ കുറിച്ചുള്ള വേദനയുണ്ട്, സുവിശേഷം അറിയാത്തവരെ കുറിച്ചുള്ള ഭാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദാഹം അത് പോവരുത്. അത് നമ്മുടെ ഉള്ളിൽ ഒരു ദാഹം. ദൈവമേ, അപ്പൊ നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു, നമ്മൾ ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു. നമുക്ക് ഈ ദാഹം പോയത് ദൈവത്തിന് വലിയ സങ്കടമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ വളരെ വേഗത്തിലൂടെ ഒരു വണ്ടിയായിരുന്നു ഇത്. ഭയങ്കര വേഗമായിരുന്നു ഇത്. നമുക്ക് കിട്ടിയ റിസോഴ്സസ് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവം ഇതൊന്നും അല്ല, ഇതൊക്കെ ഒരുപാട് ഇതിനപ്പുറത്ത് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിത്. ഞാൻ ഓർക്കുകയായിരുന്നു, എന്തൊരു വേഗതയായിരുന്നു പൗലോസിന്, എന്തൊരു വേഗതയായിരുന്നു പത്രോസിലേക്ക്, എന്തൊരു വേഗതയായിരുന്നു അപ്പോസ്തലന്മാർക്ക്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഭാരതത്തിലേക്ക് 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹ വരുമ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം നല്ലതുപോലെ നിശ്ചയമുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ജന്മനാട്ടിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല. അപ്പനെമ്മേനെ കാണാനൊന്നും പറ്റില്ല. ഇനി പ്രിയപ്പെട്ടവരെ ഒന്നും കാണാൻ പറ്റില്ല. ഇനി ഉറ്റവരെ ഉടയവരെയും ഒരു നിമിഷത്തേക്കെങ്കിലും കാണാൻ ആഗ്രഹിച്ച ഇനി കാണാൻ പറ്റില്ല. അവിടെ കച്ചവടത്തിന് വന്ന യഹൂദന്മാരുടെ കൂടെ കപ്പലിൽ കയറി ഇങ്ങോട്ട് തിരിക്കുമ്പോ സെന്റ് തോമസിന് അറിയാമായിരുന്നു ഇനി ഒരു മടക്കയാത്രയില്ല. എന്തൊരു സ്പീഡായിരുന്നു അപ്പോസ്തലന്മാർക്ക്, എന്തൊരു സ്പീഡായിരുന്നു എസ്തപ്പാനോസിന്, എന്തൊരു സ്പീഡായിരുന്നു ഫിലിപ്പോസിന്. സമറിയായുടെ തെരുവീഥികളിൽ സുവിശേഷത്തിന്റെ തീയിറക്കിയ ഫിലിപ്പോസ് എന്ന ചെമ്മാച്ചന് എന്തൊരു സ്പീഡായിരുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ ഓടിയ ഒരു വണ്ടിയായിരുന്നു ഇത്. വളരെ സ്പീഡ്, പോകാവുന്നതിന്റെ ഏറ്റവും വലിയ സ്പീഡിൽ ഓടിയ വണ്ടി. പക്ഷെ എനിക്ക് തോന്നാറുണ്ട്, പോയ വഴിയിൽ എവിടെയോ വെച്ച് ഈ വണ്ടിയുടെ എഞ്ചിൻ ഓഫായി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എഞ്ചിൻ ഓഫായ ഒരു വണ്ടി പോവും? എഞ്ചിൻ ഓഫായ ഒരു വണ്ടി പോവും. എന്താണെന്നറിയോ? നല്ല സ്പീഡിൽ ഓടി വന്നതാണെങ്കിൽ അത് കുറെ ദൂരം കൂടെ പോവും. എഞ്ചിൻ ഓഫായാലും പോവും. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ അവസ്ഥ ഇപ്പൊ ഇതാണ്. നമ്മൾ പോകുന്നുണ്ട്, പക്ഷെ എഞ്ചിൻ ഓഫാണ്. വന്ന വേഗത്തിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് അധികം താമസിക്കാതെ നിൽക്കാനിടയുണ്ട്. അതുകൊണ്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി ഈ തീ ഇറങ്ങണം. ഒരു പെന്തക്കോസ്താ തിരുനാളിൽ ജോൺ പോൾ മാർപ്പാപ്പ സഭയോട് പറഞ്ഞു, ലെറ്റ് us go back to that upper room. നമുക്ക് ആ മാളിക മുറിയിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിപ്പോകാം. നമുക്ക് ആത്മാവിന്റെ ആ തീ ഇറങ്ങാൻ ഒരിക്കൽ കൂടി നമ്മുടെ ദൈവത്തെ വിളിക്കാം. ദേശാന്തരങ്ങളിൽ ഈ റിവൈവൽ ഉണ്ടാവണം, നവീകരണം ഉണരണം, ഓരോ സമൂഹവും ഉണരണം, ഈ തീ ഇറങ്ങണം, ഈ ശക്തി ജ്വലിക്കണം. അതുകൊണ്ട് നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു.